അന്നാമ്മ മാഡം പ്രശ്നങ്ങളിൽ കാര്യമായിട്ട് ഇടപെടണം. ഇടപെട്ടേ പറ്റൂ. ഒരാളുടെ കാര്യത്തിലല്ല, രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ ഞാൻ തീർത്തു തരുന്നുണ്ട്. ഇലക്ഷന് വേണ്ടി നല്ലൊരു തുകയാണ് ഞാൻ ഇറക്കിയിട്ടുള്ളത്. അതെനിക്ക് തിരിച്ചു പിടിക്കണം. അതിനിടയിൽ തമ്മിത്തല്ല് പ്രശ്നം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഞാൻ ഇടപെടും. മാഡം, അവള് പ്രസിഡന്റ് ചമഞ്ഞ് രാത്രിയിൽ റോന്ത് ചുറ്റുന്നു. അവളാ പോലീസോ? റെസിഡൻസ് അസോസിയേഷന് രാത്രി പെട്രോളിങ്ങിനായി പോലീസ് കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാച്ചർക്ക് വിശ്രമിക്കാൻ വീട്ടിൽ കൂടാരം വെച്ചു. ആ തകര കൂടാരത്തിന് എത്ര തുകയാ കണക്കെഴുതി എടുത്തേക്കുന്നെന്ന് അറിയാവോ? അതിന്റെ കോൺട്രാക്ട് കിട്ടിയത് എനിക്കാ. അല്ല, അതെനിക്കറിയാം. അന്നാമ്മ മാഡത്തിന് ഒരു ഗുണം വരുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതല്ല, നമ്മൾ കണക്കുകളൊക്കെ കൃത്യമായിട്ട് നോക്കണം. അന്നാമ്മ മാഡം വെട്ടിച്ചോളൂ. എന്താ? അല്ല, അന്നാമ്മ മാഡം നേട്ടം ഉണ്ടാക്കിക്കൊള്ളൂ, സാരമില്ല. പക്ഷേ ആ പേരിൽ സതി കമ്മീഷൻ അടിക്കാൻ പാടില്ല, കൈയിട്ട് വരാൻ പാടില്ല. ആ, ഞാനും കുഞ്ഞുഞ്ഞാമ്മയും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ, കൂടാരം അടിച്ചുകൂട്ടി നിർത്തിയേക്കുന്ന കണ്ടോ? അഴിമതി കൂടാരം, അഴിമതി കൂടാരം. സമാധാനപ്പെട്ട് ലീലാവതി, നമ്മൾ ഇതിനെയൊക്കെ വെച്ച് ഒരു കളി കളിക്കും. കണ്ടോ, എന്റെ ഈശ്വരന്മാരെ, കണ്ടിട്ട് എന്റെ ഹൃദയം പൊട്ടണു. എന്താ? ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ ദേ ഇവിടെയൊക്കെ നഗറിന്റെ ഫയലുകൾ അടുക്കി വെച്ചിരുന്നേ. ഇതിപ്പോ സ്വന്തം വീട് പോലെയല്ല അലങ്കരിച്ച് വെച്ചേക്കണേ. ഇത് ഞാൻ പ്രശ്നമാക്കും. മരിച്ചുപോയ എന്റെ ഗുരുകാരണവന്മാരാണേ സത്യം. ഈ കുഞ്ഞുഞ്ഞമ്മ ഇത് പ്രശ്നമാക്കും. പ്രശ്നമാക്കണം ചേച്ചി. ഹലോ, ഇവിടെ ആരുമില്ലേ? അതെ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഹലോ, ആരുമില്ലേ? ഹലോ, എന്താ ഇത്? എന്താന്ന് എന്നെ ഒന്ന് ഇടിച്ചിട്ട് എന്റെ അടുത്ത് എന്താന്ന്? എന്താ? അതെ, അത് ചോദിക്കാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. വേഷം കണ്ടില്ലേ ചേച്ചി? നഗറിന്റെ ഓഫീസ് ഒരു 5 സ്റ്റാർ ഹോട്ടലാക്കി വെച്ചേക്കുക. ഞങ്ങൾക്ക് ഇതിന്റെ കണക്ക് കാണണം. അതെ, നഗറിന്റെ ബൈലോയിൽ പറയുന്നുണ്ട് നഗറിലെ ആർക്കും എപ്പോ വേണമെങ്കിലും കണക്കുകൾ പരിശോധിക്കാമെന്ന്. പിന്നെ ഭരണഘടനാപരമായിട്ടല്ലേ ഇതുവരെ കാര്യങ്ങളൊക്കെ നടന്നത്. പ്രസിഡന്റ് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യത്തിന് പോയിരിക്കാം. മീൻ വാങ്ങാനോ പച്ചക്കറി വാങ്ങാനോ? അതാണല്ലോ സ്നേഹനേറിലെ പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ. അതെ, ഏതായാലും ഇത്രയും പറഞ്ഞ് ഷൈൻ ചെയ്ത സ്ഥിതിക്ക് ഉള്ള കാര്യം ഞാൻ അങ്ങ് തുറന്നു പറയാം. എന്താ? ഈ നഗർ ഭരിച്ചു മുടിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കേട്ടാ, കിട്ടാവുന്ന എല്ലാം അടിച്ചു മാറ്റി മാക്സിമം ഞങ്ങൾ സൂഹിക്കും. ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നോക്ക്, ഞങ്ങൾ പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവരും. നിങ്ങളെ ജനങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാണ് നിങ്ങളെ തോപ്പിച്ചത്. നിങ്ങൾ അവിശ്വാസം കൊണ്ടുവന്ന എങ്ങനെ വിശ്വസിക്കാനാ? ലീലാവതി വാ, ടീച്ചറെ ഇറങ്ങ്. ഇറങ്ങാനോ? അതിനെ ഇത് അവരുടെ തറവാട്ട സ്വത്തൊന്നുമല്ലോ ചേച്ചി. നഗറിലെ ഓരോ അംഗങ്ങൾക്കും ഇതിൽ അവകാശമുണ്ട്. ചേച്ചി ഇരിക്കെ, ടീച്ചറെ വാ, നമുക്ക് ഇരിക്കാം. വാ. എന്നാ പിന്നെ എല്ലാരും കൂടി ഇരിക്കും. ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സാവകാശം പോവാം. കുടിക്കാൻ തണുത്തായിട്ട് എന്തെങ്കിലും വേണോ, അതോ ചായ വേണോ, കാപ്പി വേണോ? കളിയാണോ ഈ കളി? കാര്യമൊക്കെ കുഞ്ഞുഞ്ഞമ്മയ്ക്ക് അറിയാം. നിന്നെ തന്നെ പോടിന്ന് വിളിക്കണം ഞാൻ. ഒന്നുകൂടെ വിളിക്കാവോ? വിളിക്കാം, പോടാ. ഇത് ഞാൻ പ്രശ്നമാക്കും. ഇത് ഞാൻ പ്രശ്നമാക്കും. ചില പ്രശ്നങ്ങളൊക്കെ പുറകേന്ന് വരണേ ഉള്ളൂ കേട്ടോ. പോടാന്നുള്ള ഞാൻ സഹിക്കും, പക്ഷെ കുക്കിനെ തൊട്ടത് ഞാൻ പ്രശ്നമാക്കും. എന്റെ കറണ്ട് എവിടെ? നിങ്ങൾ ആരാ? വിജിലൻസ് ഉദ്യോഗസ്ഥരോ സർപ്രൈസ് ഇൻസ്പെക്ഷൻ നടത്താൻ? എന്താ മാഡം? ലീലാവതിയും കുഞ്ഞുഞ്ഞമ്മയും കൂടെ ഇന്നലെ ആ സതിയുടെ ഓഫീസിൽ പോയി ആ ഓടിക്ക് വരട്ടിയോ? അല്ല മാഡം, അത് ഞാൻ പറഞ്ഞില്ലേ, കണക്കൊക്കെ നോക്കണം. ഒരു മനസമാധാനം ഇല്ല മാഡം, അതുകൊണ്ട്. ഉള്ള മനസമാധാനം കൂടി പോകണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഞങ്ങള് കാശിറക്കുന്നവരുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഭരിക്കാനും പ്രതിപക്ഷത്തിരിക്കാനും നിങ്ങളെ പോലെയുള്ളവർക്ക് ഉത്സാഹം കാണും. അയ്യോ, അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ മാഡം. ആഹാ, അറിഞ്ഞു വെച്ചോണ്ടാണോ ഓരറിവില്ലായ്മകൾ കാണിക്കുന്നേ? അല്ല മാഡം, കാശിറക്കുന്നവരാ തീരുമാനിക്കുന്നേ ഇവിടെ എന്തൊക്കെ നടക്കണോന്ന്. സമരം ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ഈ അന്നമ്മയ്ക്കറിയാം. അപ്പം മതി കൊടിപിടിക്കലൊക്കെ. അല്ല, ഈശ്വര, സന്തോഷത്തോടൊന്ന് സമരം ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? കുട്ടി, ഹലോ, ഗുഡ് മോർണിംഗ് ഒറ്റപ്പെട്ട. ഗുഡ് മോർണിംഗ് ഒറ്റപ്പെട്ട കുട്ടി. അയ്യോ കുട്ടിയാ, സഞ്ചി ഞാൻ പിടിക്കാം. അയ്യോ, അത് പറയരുത്. അത് മാത്രം അമ്മാവൻ പറയരുത്. ഞാൻ തരില്ല. വീട്ടു ജോലി, വീട്ടു സാധനങ്ങൾ അതെല്ലാം സ്ത്രീകൾ വേണം കൈകാര്യം ചെയ്യാൻ. നെവർ മൈൻഡ് കുട്ടി, നെവർ മൈൻഡ്. ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സഹായം ചെയ്യുക.
അപ്പോൾ കിട്ടുന്ന ഒരു മനസുഖം, അതൊരു മഹാമനസുഖമാ. മഹാമനസുഖം. ഇങ്ങ് തരൂ. അയ്യോ കുട്ടി, എന്താ എന്തു പറ്റി? ഞാൻ ഒറ്റപ്പെട്ടവളല്ല എന്നൊരു തോന്നലുണ്ടായി പോകുന്നു അമ്മാവാ. ഞാനും ഒറ്റപ്പെട്ടവനല്ല എന്നൊരു തോന്നൽ എനിക്കും ഉണ്ടാവുന്നു കുട്ടി. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അമ്മാവാ? ഞാനിപ്പോ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനസ്സിലായില്ല. അല്ല, അണിഞ്ഞൊരുക്കം, വേഷവിധാനം അതൊക്കെ ശ്രദ്ധിക്കുന്നു. കണ്ണാടിക്ക് മുന്നിൽ വളരെ സമയം ചെലവാക്കുന്നു. ഞാനൊരു കാര്യം അമ്മാവനോട് പറയണമെന്ന് ഉദ്ദേശിക്കുകയായിരുന്നു. എന്താ കുട്ടി? അമ്മാവനെ ഈ ഹെയർസ്റ്റൈലേ ഇങ്ങനെയല്ല, ഇതേ നേരെ വകുപ്പെടുത്ത് ഇങ്ങനെ 2 സൈഡിലേക്ക് കോതി വെക്കണം. അതാണ് ഒന്നുകൂടി ചേരുന്നത്. അത് നല്ല ചേർച്ചായിരിക്കും അല്ലേ? കൊള്ളാം, അതല്ലേ ചേരുന്നത്. ഒരു ഗാംഭീര്യം വരും, തേജസ് വരും. കുട്ടി എൻ്റെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു. മറ്റുള്ളവർ പറയുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുകൾ കിട്ടുന്നത്. ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റാം. അയ്യോ ഇതാര്? എന്തൊരു പേക്കോലം കണ്ടി നടക്കണത്? അയ്യോ കുട്ടി, ഇത് നല്ല സ്റ്റൈലല്ലേ? ദേ മുടിയെല്ലാം ഇങ്ങനെ ചീകി വെച്ച് നല്ല സ്റ്റൈലല്ലേ? സ്റ്റൈലാ? അമ്മ അവരെന്തരും വട്ടു പിടിച്ചാ? ഇത് കോപ്രായങ്ങള്. അയ്യയ്യേ, ആരുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ കോലം കെട്ടിയത്? അത് അപ്പോ ഇത് മോശമാണെന്നാണോ പറയുന്നത്? അയ്യോ അമ്മാവാ, ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ മുടി ഇതാണ് ഇങ്ങോട്ട് മുമ്പിലോട്ട് എടുക്കണം, എന്നിട്ട് ഇങ്ങനെ കുനുകുനാന്ന് കുരുക്കുടു പോലെ വെക്കണം. അതാണ് അമ്മാവന് ചേരുന്ന വേഷം. അപ്പോ ഇതാണല്ലേ യഥാർത്ഥ സ്റ്റൈല്? പിന്നല്ലാതെ. ഞാൻ തന്നെ ഇങ്ങനെ വകുപ്പെടുത്ത് കോതി വെച്ചു കൊടുത്ത് കുരുവിക്കൂട് പോലെ ഇന്നലെ മുഴുവൻ കണ്ണാടിയുടെ മുമ്പിൽ തന്നെ തലയും തപ്പി തപ്പി. അയ്യോ ഇതാര്? എങ്ങനുണ്ട്? അയ്യോ നല്ല ചന്തം കേട്ടാ. ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞ രീതി തന്നെ, ഞാൻ പറഞ്ഞ പോലത്തെ ഉടുപ്പ്. പക്ഷേ പാന്റും തേണ്ട ഈ തലയിലെ പാവം കൊള്ളൂല അമ്മാവാ. അയ്യോ, പാന്റ് തലയുടെ ഭാഗമാണ് ഏറ്റവും നല്ലത്. എന്റെ ഡിസൈനർ അല്ലേ? ഓ കൊള്ളൂല, ഞാൻ പറഞ്ഞ രീതിയാ നല്ലത്. വേണ്ട വേണ്ട, നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. അത് കേട്ടാ മതി. എന്റെ ഈ പുതിയ ഫാഷൻ ഞാൻ ഈ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കട്ടെ. കുട്ടികളെ, എന്റെ കുട്ടികളെ, ഇതെന്തോന്ന് പോലെ അമ്മാവ? എന്തോന്നാണ്? എന്തോന്നായത്? അയ്യേ, ആര് പറഞ്ഞിട്ട് എടുത്തിട്ടത്? ആ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അസൂയ, അസൂയ, അസൂയാണ്. അസൂയ അസ്ഥി പിടിച്ചിരിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഞാനൊരു സ്റ്റൈലുകാരനാകുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കണ്ണുകടി, ഭയങ്കരമായ കണ്ണുകടി. നരേന്ദ്രൻ നിഷ്കളങ്കനായ ആളാണ്. പറയൂ, നരേന്ദ്രന്റെ അഭിപ്രായം പറയൂ. എന്ത് നരേന്ദ്രൻ ഒന്നും മിണ്ടാത്തത് എന്ത്? അസൂയ, നാട്ടുകാർക്ക് മൊത്തം അസൂയ. ഞാൻ പറഞ്ഞല്ലേ, ആത്മാർത്ഥമുള്ളവർ അഭിനന്ദിക്കും. ലോകത്ത് 2 പേർക്ക് എന്നോട് ആത്മാർത്ഥതയുള്ളൂ, 2 പേർക്ക്. ഹലോ, പ്രസിഡന്റ് ഇല്ലേ ഇവിടെ? പ്രതിപക്ഷ നേതാവുണ്ട്, എന്താ കാര്യം? ഹൗസ് നമ്പർ 36 ശിവദാസ സാറിന്റെ അച്ഛൻ മരിച്ചു. എന്താ എന്താ കാര്യം? ഹൗസ് നമ്പർ 36 ശിവദാസ സാറിന്റെ അച്ഛൻ മരിച്ചു. അയ്യോ നന്നായി. വയസ്സ് 190 ആയില്ലയോ? കൊറേ നാളായി വലിച്ചു വലിച്ച് ഒരു കിടപ്പല്ലായിരുന്നോ? ഓ, ആ ആത്മാവിന് മോക്ഷം കൊടുക്കാൻ അവസാനം ദൈവത്തിന് തോന്നിയല്ലോ. ഭഗവാനെ, അത് തന്നെ. എത്ര ദിവസം ഞാനും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീട്ടുകാരിട്ട് കഷ്ടപ്പെടുത്താതെ അപ്പൂപ്പനെ അങ്ങ് വിളിക്കണേ എന്റെ ദേവീന്ന്. അതുകൊണ്ട് ഒരു മിനിറ്റ് നിൽക്കണേ പ്ലീസ്, ഒരു മിനിറ്റ്. നീ വന്നേ. അല്ല ചേച്ചി ഇങ്ങ് വന്നേ. എന്താ വാ, ഒരു മിനിറ്റ്. എന്താടാ? നീ വന്നേ. ഇങ്ങോട്ട് വന്നേ ചേച്ചി. നീ വന്നേ. എന്താടാ? ഇങ്ങോട്ട് വാ. അതെ, ചേച്ചി ഇപ്പൊ ഒരു മനുഷ്യല്ല, ഒരു നേതാവാണ്. അതെ, നേതാവ്. അതിന് അതിനാ തന്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരാള് മരിച്ചു. ആ വിവരം അറിയുമ്പോ ഇങ്ങനെയാണ് നേതാവ് പ്രതികരിക്കേണ്ടത്. പിന്നെങ്ങനെ? ഓ, എന്റെ ചേച്ചി ഞെട്ടണം. ഒരു പ്രജ അന്തരിച്ച നേതാവ് ഞെട്ടണം. വിവരക്കേട് പറയാതറാ. ഇത് ആ അമ്മാവൻ ചക്രശ്വാസം വലിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയെന്നറിയോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം.
പക്ഷെ മരണവിവരം കേട്ടിട്ട് പ്രതിപക്ഷ നേതാവ് ചിരിച്ചോണ്ട് നിന്നെന്ന് നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേര് പോയില്ലേ? ഹാ, എന്നാലും സൂണ മനസ്സിൽ തട്ട് കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കൂടാ? എന്റെ നാത്തൂനെ നമുക്ക് ജയ് വിളിക്കുന്നതേ മനസാക്ഷിയല്ല, നാട്ടുകാരാ. എന്തുവാ? ഇപ്പഴാ എന്റെ തലയ്ക്കൊരു വെളിവ് വന്നു. ആ. സെഞ്ചുറി കഴിഞ്ഞ ആളായാലും ശരി, മരിച്ചാൽ നേതാവ് ഞെട്ടണം, ആ. വിലപിക്കണം. ആ. ഞെട്ടാം, വിലപിക്കാം. എങ്ങനെ സഹിക്കും? ബാലസാറിന്റെ അച്ഛന്റെ കാര്യമല്ലയോ പറഞ്ഞത്? ദൈവം ദൈവം എന്ന് പറഞ്ഞ ഇത്ര ക്രൂരനാണോടാ ഓടിക്കേ? ചേച്ചി, സംയമനം. ഈ മരണം എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ്, അത് ആർക്കും തടുക്കാൻ പറ്റത്തില്ല. അറിയോ? മരിച്ചാൽ ഒരിക്കൽ അല്ല, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. പക്ഷെ മരിക്കാനൊരു പ്രായമില്ലേ? ഇത് വെറും 97 വയസ്സ്. 97. പോട്ടെ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ ക്ഷമിക്കും. ഇനി എന്തെല്ലാം കാണേണ്ടിയിരുന്ന ആളാ. സത്യം പറഞ്ഞാ ഈ വാർത്ത കേട്ടപ്പോ ഞാനൊരു ഞെട്ടല്ലേ, അതുകൊണ്ടാണ് പുറത്ത് കാണാത്തത്. എന്തോ ആര് ഞെട്ടി? ഞാൻ ഞെട്ടി. അതെ, പ്രതിപക്ഷ നേതാവെ കള്ളം പറയരുത് കേട്ടോ. ഞാൻ കണ്ടു ഒലക്ക വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുന്നത്. സത്യം പറഞ്ഞ അനിയ, എന്റെ ഉള്ളിലൊരു സങ്കട സാഗരം അലയടിക്കുകയായിരുന്നു. കള്ളക്കരച്ചിലാണ് കരയണത്. ഏ? മാധ്യമങ്ങളിൽ പേരടിച്ചു വരാനുള്ള ടെക്നിക്ക്. അതെ അതെ, യഥാർത്ഥ ദുഃഖേ നാത്തൂന, പ്രതിപക്ഷ നേതാവിന്. പ്രതിപക്ഷമാ ജനങ്ങളുടെ കാവൽക്കാരൻ. അയ്യോ, എന്നാലും ഈ ചെറുപ്രായത്തിൽ ഈശ്വര. ചേച്ചി, വെറുതെ കള്ളക്കണ്ണിൽ ഒഴുക്കല്ലേ. ലോകത്ത് ആരെ പറഞ്ഞാലും ഞങ്ങൾ സഹിക്കും. പക്ഷെ ഞങ്ങളുടെ എല്ലാമായ പിന്നെ എല്ലാമല്ല, ഈ മരണത്തിൽ കൂടുതൽ ഞെട്ടിയാലും ഞാനാ. സത്യമായിട്ട് സത്യം അനിയാ. അരമണിക്കൂർ മുമ്പ് ഞെട്ടും. ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാതെ വരണം. നമുക്ക് പോയി അരമണിക്കൂർ എന്റെ അധികാര പരിധിയിലുള്ള സ്ഥലമാ, ഞാൻ തന്നെ അത് റീത്ത് വിട്ടോ വിട്ടോ, ഞാൻ നോക്കിക്കോളാം. വിട്ടോ വിട്ടോ. എന്താ ഏട്ടാ ഇത്? ഇവരിത് എന്തൊക്കെയാ കാണിക്കുന്നത്? മനസ്സിലായില്ലേ? ഇല്ല. ഇതാ ജനാധിപത്യം. ജനാധിപത്യത്തിൽ മരണോന്ന് പറയുന്നതേ ഓട്ടാ, വോട്ട്. കഷ്ടം, എന്ത് പറയാനാ? ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. എന്താ ചേട്ടാ പാട്ടൊക്കെ? ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. എടി, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സന്തോഷം എനിക്ക് നിയന്ത്രിക്കാനേ പറ്റുന്നില്ല. കാര്യം പറയട്ടാ. ഇത് തന്നെ കാര്യം. നമ്മുടെ ഗൂർക്ക മണിക്കുട്ടം വാങ്ങിച്ചു തന്നെയാണ്. എന്താ? അവന്റെ ഒരു സ്നേഹ സമ്മാനം. ഇതിനകത്ത് ഫ്രൂട്ട്സോ സ്വീറ്റ്സോ ഒക്കെ ആണെന്ന് തോന്നുന്നു. എന്തിനാ? അവന് 6 മാസത്തേക്കാണല്ലോ നിയമനം കൊടുത്തത്. കാലാവധി നീട്ടിക്കിട്ടാൻ നമ്മൾ സതിച്ചോടൊന്ന് ശുപാർശ ചെയ്യണം. അയ്യോ, അപ്പൊ കൈക്കൂലിയാണോ? ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഒരാള് സന്തോഷത്തോടു കൂടി തരുന്നത് കൈക്കൂലി അല്ല. ഒരു സന്തോഷത്തിന് എന്ന് പറഞ്ഞാണ് അവൻ എനിക്ക് തന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കൈക്കൂലി അല്ല ശകുന്തള, കൈക്കൂലി അല്ല. അതെ, എനിക്കൊരു പാന്റ് ഷർട്ടും നിനക്കൊരു ചുരിദാറ്, പിന്നെ മോനൊരു നിക്കറും ബനിയനും, എല്ലാം വൈകുന്നേരം ഇങ്ങ് എത്തും. എന്തടി അതൊക്കെ തരുന്നത് സന്തോഷത്തിനായിട്ടാണോ? പിന്നല്ലാതെ. നമ്മളിത് വാങ്ങിക്കുമ്പോ അവന് സന്തോഷം കിട്ടുമെങ്കിൽ നമ്മളായിട്ട് ഈ പാവങ്ങളെ സന്തോഷം ഇല്ലാതാക്കുന്ന എന്തിനു ശകുന്തളെ? നമ്മൾ മാത്രം ഈ ഭൂമിയിൽ സന്തോഷിച്ചാൽ മതിയോ? അവരും ആഹ്ലാദിക്കട്ടെ, അവരും ആനന്ദിക്കട്ടെ. എടി, അവർക്ക് സന്തോഷിക്കാൻ നമ്മളൊരു നിമിത്തമാവുന്നു, അത്രേ ഉള്ളൂ. അതൊരു മഹാപുണ്യം എന്ന് വെച്ചാൽ മഹാപുണ്യമാണ്. അപ്പോഴേ ഓഫീസിലുള്ള ചിലരൊക്കെ കൈക്കൂലി വാങ്ങുന്നതും പിടിക്കുകയൊക്കെ ചെയ്യുന്നതോ, അത് കൈക്കൂലിയല്ലേ? എടി, അത് കൈക്കൂലി. അത് വേറെ, ഇത് വേറെ. കൈക്കൂലി സന്തോഷം കൂടെ നീ മിക്സ് ചെയ്യല്ലേ ശകുന്തളെ, കേട്ടാ? എന്ന് വെച്ചാ നമുക്ക് കിട്ടുമ്പോ സന്തോഷം, വേറൊരാൾക്ക് കിട്ടുമ്പോ കൈക്കൂലി, അങ്ങനെയാണോ? അത് ശരി. നിനക്കിത് വേണ്ടേ? വേണ്ടേ? പാന്റ് ഷർട്ടും ചുരിദാറും ഒന്നും വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുകൊണ്ട് തിരിച്ചു കൊടുത്തേക്കാം. അയ്യോ, അല്ല, അങ്ങനല്ല. ഏതായാലും ഗൂർക്ക ഒരു സന്തോഷത്തിനായിട്ട് തന്നല്ലേ, അവന്റെ മനസ്സ് വേദനിപ്പിക്കണ്ട. അത് തന്നെ. അവന്റെ സന്തോഷത്തിന് വേണ്ടി അവന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ സതിച്ചേച്ചിയോടൊന്ന് ശുപാർശ ചെയ്യാം. ശുപാർശയല്ല, ഒന്ന് പറയാം അല്ലേ? സ്നേഹത്തോട് പറയാം. ശുപാർശയോട് പറയുമ്പോഴാ ഇത് കൈക്കൂലി ആവുന്നത് അല്ലേ?
അതെ, സ്നേഹത്തോടെ പറയാം. അപ്പൊ എല്ലാവർക്കും സന്തോഷമാവും. ഓ, മനുഷ്യന് സന്തോഷിക്കാൻ എന്തെല്ലാം അവസരങ്ങളാണ് ദൈവം ഉണ്ടാക്കുന്നത് അല്ലേ?